ഓക്കെ, നമുക്കിനി മാത്സിന്റെ ഭാഗത്തിലേക്ക് കിടക്കാം. 20 ചോദ്യങ്ങളുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് നേരെ ചോദ്യത്തിലേക്ക് കിടക്കാം. 0.004 എത്ര മടങ്ങ് വലുതാണ് സംഖ്യ ഏതാണെന്ന് എല്ലാവർക്കും അറിയാലോ, 0.18. അപ്പം അത് എത്ര വലുതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അത് കണ്ടുപിടിക്കാൻ എങ്ങനെയാണ് ചെയ്യുന്നത്? നേരെ 0.180 ഡിവൈഡ് ബൈ 0.004 എന്ന് ചെയ്താൽ മതി. അപ്പൊ അതിന് നമുക്ക് മേളിലും താഴെ 1000 കൊണ്ട് ചെയ്യാമല്ലോ. 3 ഇപ്പുറത്തോട്ട് മാറ്റണം. അപ്പം 180/4 എന്ന് കിട്ടും. എത്രയാണ് ഉത്തരം? 45. അതെ, ശരിയാ പറഞ്ഞത്. അതെ. ഓക്കെ. രണ്ടാമത്തെ ചോദ്യം, ഓപ്ഷൻ ഡി 45 ഉത്തരം. ഓക്കെ. ഒരു വാട്ടർ ബോട്ടിലിന് 15 രൂപ വിലയുണ്ട്. അതിൽ കുപ്പിയുടെയും വെള്ളത്തിന്റെയും വില ഉൾപ്പെടുന്നു. വെള്ളത്തിന് കുപ്പിയേക്കാൾ 12 രൂപ കൂടുതലാണെങ്കിൽ കുപ്പിയുടെ വില എത്രയാണ്? ഒരു വെള്ളവും കുപ്പിയും കൂടെ ചേർന്നിട്ട് 15 രൂപയാന്ന് പറഞ്ഞു. വെള്ളത്തിന് കുപ്പിയേക്കാൾ 12 രൂപ കൂടുതലാണ്. അപ്പൊ വെള്ളത്തിന്റെ വില 12 രൂപ കൂടുതലായിരിക്കും. ടോട്ടല് രണ്ടോടെ നേരെ നമുക്ക് ട്രയൽ ആൻഡ് എറർ മെത്തേഡ് ചെയ്യാം. അതായിരിക്കും ഇതിന് ഏറ്റവും എളുപ്പമെന്ന് തോന്നുന്നു. അപ്പൊ നമുക്ക് ആദ്യം 1.5 നോക്കിക്കേ. 1.5 1.5യുടെ കൂട്ടത്തിൽ 1.5 രൂപയാണ് കുപ്പിയുടെ വിലയെങ്കിൽ വെള്ളത്തിന്റെ വില എത്രയായിരിക്കും? 12 കൂടെ കൂട്ടണം. 12 കൂടെ കൂട്ടിയപ്പോൾ 1.5 13. 1.5 13 കൂട്ടിയപ്പോൾ എത്ര കിട്ടി? 15 കിട്ടി. ആദ്യം തന്നെ നമുക്ക് കിട്ടും ഏതാണ് ഉത്തരം? 1.5 എന്ന് കിട്ടും. 1.5യുടെ കൂട്ടത്തിൽ 12 കൂടെ കൂട്ടിയപ്പോൾ 13 കിട്ടിയില്ലേ? 13 ആയിരിക്കും വെള്ളത്തിന്റെ വില. 1.5 രൂപ കുപ്പിയുടെ വില. രണ്ടുകൂടെ കൂട്ടിയപ്പോൾ 15 കിട്ടി. നിങ്ങൾ വേണമെങ്കിൽ ഇതെല്ലാം ചെയ്ത് നോക്കി. ഇതാണ് ഉത്തരവ് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ. 2 രൂപയാണോ കുപ്പിയുടെ വില? 2 രൂപ കുപ്പിയുടെ വിലയാണെങ്കിൽ വെള്ളത്തിന് എത്ര വരണം? 2ഉം 12 കൂട്ടിയപ്പോൾ 14. അപ്പം 2 രൂപ കുപ്പിയുടെ വിലയും 14 രൂപ വെള്ളത്തിന്റെ വിലയുടെ അപ്പൊ 16 വരും. 16 ഉണ്ടോ? ഇല്ല. അങ്ങനെ നോക്കുമ്പോൾ അല്ലെന്ന് മനസ്സിലാവും. നമുക്ക് നേരെ ആദ്യം തന്നെ കിട്ടിയത് 1.5 കിട്ടി. ഓക്കെ. സോണിക്ക് 5% വാർഷിക കൂട്ടുപലിശ നിരക്കിൽ 3 വർഷത്തേക്ക് 6 ലക്ഷം രൂപ കടം കൊടുത്തു. 3 വർഷത്തിന് ശേഷം ജോണിന് എത്ര തുക ലഭിക്കും? നമ്മൾ ഇതുപോലത്തെ ഒത്തിരി കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തതാണ്. അതിന് നമുക്ക് ഇക്വേഷൻ അറിയാം. അത് തന്നെ. ഓക്കെ. ഇക്വേഷൻ എല്ലാവർക്കും അറിയാം. ഇക്വേഷൻ അല്ലാതെ നമുക്ക് ഓരോ വർഷമായിട്ട് കണക്കാക്കാം. എങ്ങനെയാണ് ചെയ്യാം? ഓക്കെ. അതെ, ഓപ്ഷൻ ബി ഉത്തരം. ഓക്കെ, ശരി. ഒരു വസ്തുവിന്റെ പകുതി ഭാഗം ഇരട്ടി വിലയ്ക്ക് വിൽക്കുമ്പോൾ ലാഭ ശതമാനം എത്രയാണ്? ഇത് വളരെ ഒരു കൺഫ്യൂഷൻ വരുന്ന ഒരു ഭാഗമായിട്ട് കുറച്ച് പേര് പറഞ്ഞു. ഓക്കെ. പക്ഷെ അതിൻ്റെ അത് മിക്കവാറും ഉത്തരം 300% ആകാനാണ് സാധ്യത. കാരണം പകുതി ഭാഗം ഇരട്ടി വിലയ്ക്ക് എന്ന് പറയുമ്പോൾ ബാക്കി പകുതി ഭാഗം സെയിം വിലയ്ക്കല്ലേ വിൽക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ 300% ആകാനാണ് സാധ്യത കൂടുതൽ. പക്ഷെ ചിലർക്ക് ഒരു 400% ആണെന്നൊരു സംശയം പറഞ്ഞു. നമുക്ക് ഏതായാലും വരുമ്പോൾ നമുക്ക് കൺഫേം ചെയ്യാം. ഇപ്പം ആൻസർ ഓപ്ഷൻ സി ആവാനാണ് കൂടുതൽ സാധ്യത. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അതെ, ഇത് ഓപ്ഷൻ സി ആവാനാണ് സാധ്യത, കൂടുതൽ സാധ്യത. നമുക്കത് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ അത് ഒരു കൃത്യതയില്ല. ആ ചോദ്യത്തിന് എന്തോ ഒരു മിസ്റ്റേക്ക് വരെ തോന്നുന്നുണ്ട്. ഓക്കെ, പി എസ് സിയുടെ ആൻസർക്ക് നോക്കാം. വിരമിച്ച 9 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പിന്റെ ശരാശരി പ്രായം 64ആണ്. ഒരംഗം ഗ്രൂപ്പ് വിടുമ്പോൾ ശരാശരി പ്രായം 62ആയി കുറയുന്നു എങ്കിൽ പോയ വ്യക്തിയുടെ പ്രായം എത്രയാണ്? അത് ഒത്തിരി മെത്തേഡ് ഉണ്ട്. സിമ്പിൾ ആയിട്ട് വേറെ നമുക്ക് ഇക്വേഷൻ ഒന്നും അറിയത്തില്ലാത്ത ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന മെത്തേഡ് 64 എന്ന് പറയുന്നത് 9 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പിന്റെ ആണെങ്കിൽ ആ ഗ്രൂപ്പിന്റെ എല്ലാവരുടെയും കൂടെ പ്രായം കൂട്ടുമ്പോൾ എത്രയാകും? 64 ഇൻറ്റു 9 ആയിരിക്കും അല്ലേ? അത് എത്രയാണ് കിട്ടുന്നത്? 64 ഇൻറ്റു 9 എത്രയാണ് കിട്ടുന്നത്? 576. അതിനുശേഷം പറഞ്ഞേക്കുന്നത് തന്നെ ഒരാൾ പോയി കഴിഞ്ഞപ്പോൾ 62ആയി കുറഞ്ഞു. ഒരാൾ പോകുമ്പോൾ 8 പേരാകും അല്ലെ? 8 പേരായപ്പോൾ 62ആയി. 62 ആവറേജ്. 62 ഇൻറ്റു 8 നമുക്ക് കിട്ടി 496 എന്ന് കിട്ടും. അപ്പൊ അതിന്റെ രണ്ടിന്റെ ഡിഫറൻസ് എടുത്താൽ പോലെ 576ഉം 496ഉം എത്രയാ? 576 മൈനസ് 496. അതെ, 80 ആണ് അതിന്റെ ഉത്തരം. ഓക്കെ, ഓപ്ഷൻ ഡി 80.
അടുത്ത ക്വസ്റ്റ്യൻ 5.25 മീറ്റർ നീളത്തിലും 5.10 മീറ്റർ വീതിയിലുമായി ചതുരാകൃതിയിലുള്ള ഒരു തറ പൂർണ്ണമായും മൂടാൻ ആവശ്യമായ ഏറ്റവും കുറഞ്ഞ ചതുര ടൈലുകളുടെ എണ്ണം എത്രയാണ്? ഒരു റെക്ടാങ്കുലർ ആയിട്ടുള്ള ഒരു ഫ്ലോർ ആണ്, തറയാണ്. അതിന്റെ ഒരു സൈഡ് 5.25, ഒരു സൈഡ് 5.10 മീറ്റർ. അപ്പം അതിന്റെ അത്രയും ഇതുള്ള ഒരു തറയിൽ എത്ര ടൈലുകൾ, എത്ര നമ്പർ ഓഫ് ടൈൽസ് നമ്മൾ ഇടണമെന്നാണ് ചോദ്യം. എത്ര ടൈൽസ് ഇടണം? അപ്പൊ അതിന് നമ്മളൊരു മെത്തേഡ് പഠിച്ചായിരുന്നു, അങ്ങനെ പെട്ടെന്ന് പറഞ്ഞുതരാം. 5.25 മീറ്ററും 5.10 മീറ്ററും. അപ്പൊ അത് രണ്ടും നമ്മൾ എന്ത് ചെയ്യണം? അറിയാവുന്നവർ പറഞ്ഞു. ഓക്കെ. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. നമുക്ക് 5.10 മീറ്റർ 5.25 മീറ്റർ എന്നല്ലേ കിട്ടിയിരിക്കുന്നത്? അതെ, HCF കണ്ടുപിടിച്ച് ചെയ്യാം. ഓക്കെ. അപ്പൊ അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന 5.25 കൊണ്ട് വേണമെങ്കിൽ ഒന്ന് ചെയ്ത് കാണിച്ചു തരാം, എളുപ്പത്തിൽ ചെയ്ത് കാണിച്ചു തരാം. 5.25 മീറ്റർ. അപ്പം അത് എത്ര സെന്റിമീറ്റർ? 525 സെന്റിമീറ്റർ. 525 സെന്റിമീറ്റർ എന്നാണ്. മറ്റേ സൈഡ് 510 സെന്റിമീറ്റർ. രണ്ടാമത്തെ സൈഡ് 510 സെന്റിമീറ്റർ. ഓക്കെ, അതാർക്കും സംശയമില്ലല്ലോ? ഇല്ല. അപ്പൊ നമ്മൾ എന്നിട്ട് ചെയ്യേണ്ടത് ഇതിന്റെ രണ്ടിന്റെയും HCF കണ്ടുപിടിക്കണം. ഇതിന്റെ HCF കണ്ടുപിടിക്കണം. HCF കണ്ടുപിടിക്കാൻ നമുക്ക് കിട്ടുന്നത് 15 എന്ന് കിട്ടും. 15. അതെ, 15 കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എങ്ങനെ സ്ക്വയർ ടൈൽസിന്റെ എണ്ണം പിന്നെ കണ്ടുപിടിക്കാൻ വേണ്ടി എന്താ ചെയ്യുന്നത്? അതെ, 525 ഇൻറ്റു ഈ ഫ്ലോറിന്റെ ഏരിയ ഫുള്ള് കണ്ടുപിടിക്കണം. 525 ഇൻറ്റു 510. ഓക്കെ. അതിനെ ഫുള്ളായിട്ട് ഡിവൈഡ് ചെയ്യണം. എന്തുമായിട്ട് ഡിവൈഡ് ചെയ്യണം? അതിന് HCF. അത് 15 ഇൻറ്റു 15. ഓക്കെ. അത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും എത്ര ടൈൽസ് എന്ന് കിട്ടും? അതെ, അത് തന്നെ, ഓപ്ഷൻ എ. അതെ, 1190. 1190 എന്ന് കിട്ടും. ഓക്കെ. ഇങ്ങനെ ഒരു മെത്തേഡ്, ഇതൊരു മെത്തേഡാണ്. വേറെ മെത്തേഡ്സ് ഉണ്ട് ചെയ്യാൻ, ഇങ്ങനെയും ചെയ്യാം. അപ്പൊ ഓപ്ഷൻ എ ആണ് ഉത്തരം. ഓപ്ഷൻ എ 1190. ഇപ്പോൾ ഹെലന് 41 വയസ്സും മകൾക്ക് 9 വയസ്സുമാണ്. എത്ര വർഷം കഴിഞ്ഞ് ഹെലന് മകളുടെ 3 ഇരട്ടി പ്രായം ഉണ്ടാകും? നമുക്ക് ഇതൊക്കെ ഇങ്ങനെ വരുന്നത് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി ട്രയൽ ആൻഡ് എറർ മെത്തേഡ് യൂസ് ചെയ്യുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. ഞാൻ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി അങ്ങനെ നമുക്ക് ചെയ്ത് നോക്കാം. 3 വർഷം കഴിയുമ്പോൾ 3 ഇരട്ടി പ്രായമാകും. 3 വർഷം കഴിയുമ്പോൾ 44 ആകും. ഇവിടെ 12 ആകും. 44 12 3 ഇരട്ടിയാണോ? അല്ല. 5 വർഷം കഴിയുമ്പോൾ 46 14 3 ഇരട്ടിയാണോ? 14 3 ഇരട്ടിയാണോ 46? അല്ല. പിന്നെ അത് കഴിഞ്ഞ് 7 വർഷം കഴിയുമ്പോൾ 41 7 48 9 7 16 16ന്റെ 3 ഇരട്ടിയാണോ 48? അതെ. എങ്ങനെ വേണേൽ ചെയ്യാം. ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്യാവുന്ന ചോദ്യം ആയതുകൊണ്ട് ട്രയൽ ആൻഡ് എറർ മെത്തേഡ് യൂസ് ചെയ്യാം, കുഴപ്പമില്ല. ഓപ്ഷൻ സി 7. ശരി. ഓക്കെ, അടുത്ത ചോദ്യം. ഒരു ഗണിത പരീക്ഷയിൽ വിജയ ശതമാനം 87.5%. ആകെ 7 വിദ്യാർത്ഥികൾ പരാജയപ്പെട്ടാൽ എത്ര വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയിട്ടുണ്ടാകും? 87.5% വിജയ ശതമാനം. 7 വിദ്യാർത്ഥികൾ പരാജയപ്പെട്ടു. അപ്പോൾ എത്ര പേര് പരീക്ഷ എഴുതിയിട്ടുണ്ടാകും? ടോട്ടൽ എത്ര പേരുണ്ടെന്നാണ് ചോദ്യം. അപ്പം 87% വിജയമാണെങ്കിൽ എത്ര ശതമാനം തോറ്റത്? 12.5. അതെ, 100 മൈനസ് 87. അപ്പം 12.5% തോറ്റത്. 12.5% തോറ്റ എത്ര പേരാ? 7 പേര്. 100 എന്ന് പറഞ്ഞാൽ 12.5 ഇൻറ്റു എത്രയാ? 100. ഇങ്ങനെ നോക്കിയോ, 100/12.5 എത്രയാ? = 8 അല്ലേ?
ഒരു 12:30-ക്ക് 7 പേരുണ്ടെങ്കിൽ 100 ആവണമെങ്കിൽ 100% എന്ന് പറഞ്ഞാൽ എത്ര പേരാ? അതെ, അങ്ങനെ 8 × 7 ചെയ്താൽ മതി, 56. അല്ല, ഇക്വേഷൻ പഠിച്ചാലും മതി. നമുക്ക് ഇക്വേഷൻ ഒന്നും അറിയാത്ത ഒരാൾക്ക് ഇങ്ങനെ ചിന്തിച്ച് ചെയ്യാവുന്നേ ഉള്ളൂ. പിന്നെ നമുക്ക് കൂടുതൽ പഠിച്ചില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാം. ഓക്കെ, 56. അല്ല, 49 എന്ന് പറഞ്ഞൊരു ഓപ്ഷനേ ഇല്ലായിരുന്നു, അതുകൊണ്ട് സംശയം അടിക്കേണ്ട കാര്യമില്ല. അത് 49 വരുന്നത് എങ്ങനെയാ? 87.5% വിജയിച്ചവര് മാത്രമാണ് 49 വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇതിന്റെ ഉത്തരം ഓപ്ഷൻ ബി, 56. 5 പുരുഷന്മാരോ 12 സ്ത്രീകളോ അടങ്ങുന്ന ഒരു സംഘത്തിന് ഒരു പ്രത്യേക ജോലി 78 ദിവസം കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയുമെങ്കിൽ 5 പുരുഷന്മാരും 12 സ്ത്രീകളും ഒരുമിച്ച് പ്രവർത്തിച്ചാൽ അതേ ജോലി പൂർത്തിയാക്കാൻ എത്ര സമയമെടുക്കും? അത് സിമ്പിൾ ആയിരുന്നു. ആദ്യം വായിച്ചപ്പോൾ എല്ലാവരും കുറച്ച് പാടാണോ എന്ന് സംശയിച്ചെന്ന് തോന്നുന്നു. ഇത് സിമ്പിൾ ആയിരുന്നു. ഓർ ആയിരുന്നു, ഓർ എന്നാ പറഞ്ഞത്. അപ്പൊ 5 പുരുഷന്മാരും 8 സ്ത്രീകളും അല്ലെ? 8ആണോ 12ആണോ? 5 പുരുഷന്മാരും 12 സ്ത്രീകളും. അപ്പം 5 പുരുഷന്മാരോ 12 സ്ത്രീകളോ, ഒന്നിലെ 5 പുരുഷന്മാർ ജോലി ചെയ്യുന്നു, അല്ലെങ്കിൽ 12 സ്ത്രീകൾ വർക്ക് ചെയ്യുന്നു. അപ്പൊ അങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ 78 ദിവസം കൊണ്ട് ജോലി തീരും. 5 മെൻ എന്ന് പറയുന്നത് 12 വുമണിന് തുല്യമായിരിക്കും 78 ദിവസം കൊണ്ട് ജോലി തീർക്കുമ്പോൾ. അപ്പം ഇവര് രണ്ടുപേരും കൂടെ ജോലി ചെയ്യുമ്പോൾ എങ്ങനെയാ? അത് എന്ന് പറഞ്ഞാൽ ഇപ്പം ഇവര് രണ്ടുപേരും തനിച്ച്, 5 മെൻ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ 78 ദിവസം കൊണ്ട് പണി ചെയ്യും. 12 വുമൺ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ എത്ര ദിവസം കൊണ്ട് തീരും? 78 ദിവസം കൊണ്ട് തന്നെ തീരും. ഇവർ രണ്ടുപേരും ഒരുമിച്ച് ചെയ്ത് കഴിഞ്ഞാൽ, ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ സെയിം എഫേർട്ട് തന്നെയല്ല രണ്ടുപേരും ഇടുന്നത്. അപ്പൊ നമുക്ക് ഇത് പെട്ടെന്ന് കിട്ടുന്നതാണ്. 78/2 ചുമ്മാ ചെയ്താൽ മതി, കിട്ടും 39. അതെ, ഓക്കെ, ഓപ്ഷൻ ബി 39. ഒരു ജോമെട്രിക് പ്രോഗ്രഷന്റെ 5ാമത്തെ പദവും 8ാമത്തെ പദവും യഥാക്രമം 27ഉം 729 ആണ്. അതിന്റെ 11ാമത്തെ പദം എന്താണ്? 11ാമത്തെ എഴുതി, 11. ഓക്കെ, 27ഉം 729. 27 5ാമത്തെ അല്ലേ? 27 എന്ന് പറയുന്നത് 5ാമത്തെ ആണെങ്കിൽ 729 8ാമത്തെ. അപ്പൊ ഇതിന്റെ അത് ഇൻറ്റു 3 ആണ്. അത് നമുക്ക് 27 729 ഒക്കെ വരുമ്പോൾ ഇൻറ്റു 3 ആണ്. നമ്മൾ അതിന്റെ ഇത് പഠിച്ചിട്ടുള്ളത്, 3യുടെ എല്ലാം പഠിച്ചിട്ടുള്ളതാണ്, നമുക്ക് പെട്ടെന്ന് കിട്ടും. 27 എന്ന് പറയുന്നത് എത്രാമത്തെ? 5. 27 5ാമത്തെ ആണ്, 5th. 729 എന്ന് പറയുന്നത് 8ാമത്തെയാണ്. നമുക്ക് വേണ്ടത് അതിന് ഇടയ്ക്കത്തെ അല്ല നമുക്ക് വേണം, നമുക്ക് 11ാമത്തെ മതി. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കി, അതിന് ഇടയ്ക്കത്തെ തന്നെയാണോ? 27 × 3 ചെയ്യുമ്പോൾ നമുക്ക് 81 കിട്ടും. അത് എത്രാമത്തെ? 6ാമത്തെ ടേം. അത് കഴിഞ്ഞിട്ട് 7ാമത്തെ ടേം എന്ന് പറയുന്നത് 81 × 3 എഴുതണം. അപ്പൊ 243 എന്ന് കിട്ടും. 243 എന്ന് കിട്ടും. അതിനുശേഷം 9ാമത്തെ എത്രയാണ്? 9ാമത്തെ 723 × 729 × 3 എത്രയാ? 2187 എന്ന് കിട്ടും. നിങ്ങളിങ്ങനെ വെറുതെ നമുക്ക് ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഞാൻ വേറൊരു മെത്തേഡ് പറഞ്ഞു തരാം. നിങ്ങളിപ്പം ഇങ്ങനെ കിട്ടുന്നതെന്ന് പറഞ്ഞു തരുന്നേ ഉള്ളൂ. 2187 കിട്ടും. അത് × 3 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 6561 എന്ന് കിട്ടും. നമുക്ക് 11ാമത്തെ ഉണ്ട്. 11ാമത്തെ എന്ന് പറയുമ്പോൾ എത്രയാണ്? 19,683. 19. ഇങ്ങനെയാണ് സംഭവം കിട്ടുന്നത്. നമുക്ക് ഇങ്ങനൊന്നും വെറുതെ സമയം കളയേണ്ട കാര്യമില്ല. നമുക്ക് ആകെ ഉള്ളത് 1.5 മണിക്കൂറല്ലേ. അപ്പൊ അതിനുള്ളിൽ നമുക്ക് ചെയ്ത് തീർക്കേണ്ടതുകൊണ്ട് നമുക്കിവിടെ 7ാമത്തെ ടേം 243 ആണെന്ന് അറിയാം. 7ാമത്തെ ടേം 243 ആണ്. ഞാൻ അത് മാറ്റുക. അപ്പൊ നിങ്ങൾ അങ്ങോട്ട് നോക്കണ്ട. 243 ആണ് എത്രാമത്തെ ടേം? 8ാമത്തെ ടേം. നമുക്ക് തന്നേക്കുന്നത് 729 8ാമത്തെ ടേം എന്നാണ്. ഓക്കെ, അതിനുശേഷം 9ാമത്തെ ടേം × 3 വരുമ്പോൾ അവസാനം ഒക്കെ എന്തായിരിക്കും? 9 × 3. അത് മാത്രം അവസാനമൊക്കെ മാത്രം നോക്കിയാൽ മതി. 729ന്റെ അവസാനമൊക്കെ എത്രയാണ്? 9. 9 × 3 എത്രയാണ്? 27. 7 അല്ലേ അവസാനമൊക്കെ വരുന്നത്.
ഒമ്പതാമത്തെ ടൈമിന്റെ അവസാന അക്കം എത്രയാ? 7 അല്ലേ? ഓക്കെ. പിന്നെ അത് കഴിഞ്ഞ് 10ാമത്തെ അക്കം വരുമ്പോൾ 7 × 3 അവസാനത്തെ അക്കം എത്ര എന്നായിരിക്കും? 1 ആയിരിക്കും. 10th ടേം ഇൻറ്റു 3 അവസാനമൊക്കെ എത്രയായിരിക്കും? 11. 11ാമത്തെ അക്കം ഏതായിരിക്കും അവസാന അക്കം? 3. ഓപ്ഷന് 3 വേറെ ഓപ്ഷൻസ് ഉണ്ടോ എന്ന് നോക്കിക്കേ. രണ്ടും ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ വേറെ മെത്തേഡും ഉണ്ട് ഇതിനൊക്കെ ചെയ്യാൻ. ഇപ്പം ഇത് 2 മെത്തേഡേ ഞാൻ പറയുന്നുള്ളൂ. ഓക്കെ. ഓപ്ഷന് ഇതിൻ്റെ അകത്ത് ഓപ്ഷൻ ഉണ്ട്, അവസാനം 3 കിട്ടും. നമുക്ക് അതാണ് ഉത്തരവ് നേരെ കിട്ടി. അങ്ങനെയും ചെയ്യാം. എല്ലാം ഓരോന്നോരോന്ന് ചെയ്ത് നോക്കേണ്ട കാര്യമില്ല. ഞാനിപ്പോൾ പറയുന്നത് നിങ്ങൾ വേറെ മെത്തേഡോ അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന മെത്തേഡോ ഒന്നും പഠിക്കാത്തവർക്ക് വേണ്ടി മാത്രമേ ഞാൻ പറയുന്നത്. നിങ്ങൾക്കിപ്പം ഇങ്ങനെയാണേലും ചെയ്യാമായിരുന്നു, അല്ലെങ്കിൽ ചെയ്യാം, ഇങ്ങനെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുമെന്ന് കാണിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞു തരുന്നു എന്നേ ഉള്ളൂ. ഓക്കെ. അതെ അതെ, ഇതിന് വേറെ മറ്റേ മെത്തേഡ് ഉണ്ടോ? ഓക്കെ ഓക്കെ. അതെ, അത് പെട്ടെന്ന് കിട്ടും, അത് ഓക്കെ. അങ്ങനെ ചെയ്യാം, പ്രോഗ്രഷൻ മെത്തേഡ് ഉപയോഗിക്കാം. ഓക്കെ ഓക്കെ. അടുത്തത്, ഒരു ക്ലോക്കിൽ 5 മണി അടിക്കാൻ 8 സെക്കൻഡ് എടുത്തു. അതേ ക്ലോക്കിൽ 10 മണി അടിക്കാൻ എത്ര സെക്കൻഡ് എടുത്തു? എത്ര ഉത്തരം? കൂടുതൽ പേരും 16 പറയുന്നല്ലോ. അല്ല, 16 അല്ല, 16 അല്ല. അത് എല്ലാവർക്കും അങ്ങനെ പെട്ടെന്ന് തോന്നും. അതെ, 5 മണി അടിക്കാൻ 8 വരുമ്പോൾ 10 മണി അടിക്കാൻ 16 അല്ലേ? അല്ല അല്ല. സോ നമ്മൾ ഒരു ക്ലാസ്സിൽ അത് റിവിഷൻ ചെയ്തതാണ്. ഓക്കെ, ശരിയാണ്. ജോസ് ശരിയാണ്. അതെ. ഓക്കെ, ഞാൻ പറയാം. 5 മണി അടിക്കാൻ 8 സെക്കൻഡ് എടുത്തു. 5 മണി അടിക്കാൻ 8 സെക്കൻഡ് എടുത്തു. അപ്പൊ നമ്മൾ എങ്ങനെയാ ചെയ്യേണ്ടത്? 5 മണി അടിക്കാൻ 5 മണിക്ക് ഇടയ്ക്കുള്ള ഇന്റർവെൽസ് ആണ് നമ്മൾ നോക്കേണ്ടത്. ഇന്റർവെൽ എന്ന് പറയുന്നത് എത്ര മണി അടിക്കണം അതിന്റെ ഒന്ന് കുറഞ്ഞതായിരിക്കും. അപ്പൊ 4 മണി അടിക്കാൻ വേണ്ടിയാണ് 8 സെക്കൻഡ് നമ്മൾ വിചാരിക്കുന്നത്. 4 ഇന്റർവെല്, ഈ 5 മണി അടിക്കുന്ന ഇടയ്ക്കിടയ്ക്കുള്ള ഗ്യാപ്പ് ഞാൻ പറയും. 4 ഇന്റർവെല്ലിന് 8 സെക്കൻഡ്. അപ്പൊ ഒരു ഇന്റർവെല്ലിന് എത്രയാ? 2 സെക്കൻഡ്. അതുപോലെ 10 മണി അടിക്കാൻ എത്ര ഇന്റർവെൽ വരും? ഒന്ന് കുറയ്ക്കണം, 9 ഇന്റർവെൽ വരും. 9 ഇന്റർവെൽ. അപ്പം ടോട്ടൽ എത്ര സമയം എടുക്കും? സെക്കൻഡ്. അപ്പൊ 9 ഇന്റർവെല്ലിന് എത്രയാകും? 18 സെക്കൻഡ്. അതെ അതെ, 18. 16 അല്ല കേട്ടോ, 18ആണ്. മനസ്സിലായത്? മനസ്സിലാകാത്തവർക്ക് ഇന്നോടെ പറയാം. 5 മണി അടിക്കാൻ 5 മണി ടിങ് അടിച്ച് ടിങ് 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 നല്ല അടിച്ചു പോകുന്നത്. എങ്ങനെ ടിങ് അടിച്ച് ഒരു ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ ആ ഗ്യാപ്പ് നമ്മൾ ആ ഇന്റർവെൽസ് ആണ് നമ്മൾ എപ്പോഴും കൂട്ടുന്നത് ഈ ഒരു ഇങ്ങനെയുള്ള കണക്കിന്. അപ്പൊ ഇന്റർവെൽസ് നോക്കുമ്പോൾ 4 ഇന്റർവെല്ലാണ് വരുന്നത്. ആ 4 ഇന്റർവെല്ലിന്റെ നമ്മൾ സമയമായിട്ടാണ് പറയുന്നത്. 8 സെക്കൻഡ് എടുക്കുമെങ്കിൽ ഒരു ഇന്റർവെല്ലിന് എത്രയായിരിക്കും? 8/4 എത്രയാ? 2 സെക്കൻഡ്. ഒരു ഇന്റർവെല്ലിന് 2 സെക്കൻഡ് എന്നാണ് കണക്കാക്കേണ്ടത്. അപ്പൊ 10 മണി എന്ന് പറയുമ്പോൾ എത്ര ഇന്റർവെൽ വരും? 9 ഇന്റർവെൽ വരും. അപ്പൊ ഒരു ഇന്റർവെല്ലിന് 2 സെക്കൻഡ് ആണെങ്കിൽ 9 ഇന്റർവെല്ലിന് എത്രയാ വരുന്നത്? അതെ, 9 × 2 18. ചെയ്ത് കാണിക്കണ്ടല്ലോ. ഓക്കെ, കാണിക്കണ്ടെന്നല്ല പറയുന്നത്. ഓക്കെ, സമയം കളയുന്നില്ല നിങ്ങൾക്ക്. ഓക്കെ, ശരി. ഒരു ക്യൂ തുടങ്ങുമ്പോൾ നിങ്ങൾ രണ്ടറ്റത്ത് നിന്നും 9ാമത്തെ വ്യക്തിയാണ് എങ്കിൽ ആ ക്യൂവിൽ ആകെ എത്ര പേരുണ്ട്? ഒരു ക്യൂ തുടങ്ങുമ്പോൾ രണ്ടറ്റത്ത് നിന്നും 9ാമത്തെ ആളാണ്. അങ്ങനെ നമ്മൾ നേരെ എന്ത് ചെയ്യണം? ഒരറ്റത്ത് 8. ഞാൻ എത്രാമത്തെ ആളാണ്? ഞാൻ 9ാമത്തെ ആള്. അത് കഴിഞ്ഞിട്ട് അപ്പുറത്തുനിന്നും ഞാൻ എത്രയാ? 9ാമത്തെ ആള്. അപ്പൊ എന്റെ ഇപ്പുറത്തും 8, ഇപ്പുറത്തും 8. 8 + 1 + 8 എത്രയാ? 17. ഓക്കെ. രണ്ടറ്റത്തു നിന്നും 9ാമത്തെ ആളല്ലേ ഞാനിപ്പോ? 8, രണ്ട് സൈഡിൽ നിന്ന് 8 പേരുണ്ട്. ഓക്കെ, 17. പെട്ടെന്ന് ചെയ്യാവുന്ന ചോദ്യമായിരുന്നു. ഓപ്ഷൻ സി 17. ആദ്യം 100 എണ്ണൽ സംഖ്യകൾ എഴുതിയാൽ 8 എത്ര തവണ ആവർത്തിക്കും? ഓക്കെ, ശരി ഉത്തരവാണ്. ഓക്കെ. എന്താ അങ്ങനെ 10? ഓക്കെ ഓക്കെ ഓക്കെ. ഓപ്ഷൻ ഡി 20. എങ്ങനെ? 8, 18, ഇതിലെല്ലാം ഓരോ 8 ഇല്ലേ? 8, 18, 28, 38, 48, 58, 68, 78, 98, ഈ 9 എണ്ണം. പിന്നെ 80 തൊട്ട്
89 വരെ. പിന്നെ 88-ൽ 2 എണ്ണവും ഉണ്ട്. എണ്ണി നോക്കിയാൽ മതി. ഓക്കെ, 20 എണ്ണം. ഓക്കെ, ശരി. ഇനി അടുത്ത ചോദ്യം. ഇതിൽ കൂടാത്ത സംഖ്യ ഏത്? കൂട്ടത്തിൽ കൂടാത്ത സംഖ്യ ഏത്? ഇത് ഒത്തിരി പേർക്ക് എഴുതിയില്ല എന്നൊരു ഇത് പറഞ്ഞു. ഓക്കെ, സിമ്പിൾ ആയിരുന്നു. ഇതെങ്ങനെയാ ഇത് കൂട്ടത്തിൽ പെടാത്ത സംഖ്യ കണ്ടുപിടിക്കുന്നത്? ഇത് ഒരു സീരീസ് ആണോ? ഇങ്ങനെയൊക്കെ കുറെ പേര് ചിന്തിച്ചവരുണ്ട്. ഓക്കെ, പരീക്ഷ കഴിഞ്ഞപ്പോൾ ഇതിന്റെ ഉത്തരം ഏതാന്നൊക്കെ കുറെ പേര് മെസ്സേജ് ചോദിച്ചിരുന്നു. അല്ല, അതല്ല ഉത്തരം. ഇതിന്റെ ഉത്തരം ഞാൻ ഏതാണെന്ന് ആദ്യം പറയുന്നില്ല. ഞാൻ ഇത് ഇവര് ഉദ്ദേശിക്കുന്ന സംഭവം എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. 253. 2ഉം 5ഉം 3ഉം കൂടെ കൂട്ടിക്കേ. 2ഉം 5ഉം 3ഉം കൂടെ കൂട്ടിയാൽ എത്ര കിട്ടും? 2ഉം 5ഉം 3ഉം കൂടെ കൂട്ടിയാൽ എത്ര കിട്ടും? 2ഉം 5ഉം 7. 7 3 10. ഇവിടെ ഇനി 136 കൂട്ടിക്കേ. 1 3 6. 1 3 4. 6 10. 3 5 8. 8 2 10. 460. 4 6 10. 0 10. 3 2 5. 5 4 9. ഇത് മാത്രം 9 വരത്തുള്ളൂ. ഡിജിറ്റ്സ് നമ്മൾ കൂട്ടുമ്പോൾ ഇത് 324 മാത്രം 9 വരത്തുള്ളൂ. ഇത് നോക്കി 631. 6 3 9. 9 1 10. 2 4 6. 6 4 10. അപ്പോൾ ഏതാ കൂട്ടത്തിൽ പെടാത്ത സംഖ്യ? ഏതാ? 324. അത് മാത്രം ഡിജിറ്റ്സ് എല്ലാം കൂട്ടുമ്പോൾ എത്ര വരും? 9 വരും. ബാക്കി എല്ലാത്തിനും 10 വരും. അതെ, ഓപ്ഷൻ ബി 324. ആരെങ്കിലും ശരിയാക്കിയവരുണ്ടോ? ഓക്കെ, കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, ശരി. ടാങ്കിൻ്റെ 1/4 ഭാഗത്തിൽ കാൽ ഭാഗത്തിൽ 135 ലിറ്റർ വെള്ളം ഉൾക്കൊള്ളാൻ കഴിയും. 150 ലിറ്റർ വെള്ളം ഉണ്ടെങ്കിൽ ടാങ്കിൻ്റെ എത്ര ഭാഗമാണ് നിറഞ്ഞിരിക്കുന്നത്? അത് പെട്ടെന്ന് ചെയ്യാവുന്നതാണ്. കാൽ ഭാഗം എന്ന് പറഞ്ഞാൽ 135. അപ്പോൾ ഒരു ഫുൾ ഭാഗം എന്ന് പറയുന്നത് എത്രയാ? 135. ഫുൾ ഭാഗം എന്ന് പറയുമ്പോൾ കാൽ ഭാഗം 135 ആണെങ്കിൽ ഫുൾ ഭാഗം എന്ന് പറയുന്നത് 135 × 4 എന്ന് വരും. എത്ര വരുന്നത്? 540. പിന്നെ പറഞ്ഞേക്കുന്നത് 150 ഇതാണെങ്കിൽ ഇതിൻ്റെ എത്ര ഭാഗമായിരിക്കും എന്നാണ്. 150/550. പെട്ടെന്ന് ചെയ്യാവുന്നൊരു ചോദ്യമായിരുന്നു. 1/3. 1/3 ഓപ്ഷനിലുണ്ടല്ലോ. ഉണ്ട്. ഓപ്ഷൻ ബി 1/3 ആണ് ഉത്തരം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ശ്രേണിയിലെ അടുത്ത സംഖ്യ കണ്ടെത്തുക. ഇത് ചെറിയ കൺഫ്യൂഷൻ പോലെ ചിലർ പറഞ്ഞു. പക്ഷേ ശരി ഉത്തരം. ഓക്കെ, ആന്റണി ശരി ഉത്തരമാണ്. ട്രീസ ശരി ഉത്തരമാണ്. ഓക്കെ, ശ്രേണിയിലെ അടുത്ത സംഖ്യ കണ്ടെത്തുക. 1 6 13 24 41. 1ഉം 6ഉം തമ്മിലുള്ള ഗ്യാപ്പ് എത്രയാ? 5. 5 അല്ലേ ഗ്യാപ്പ്? ആദ്യത്തെ ഗ്യാപ്പ് 5. 6ഉം 13ഉം തമ്മിലുള്ള ഗ്യാപ്പ് എത്രയാ? 7. 13 24 11. 24 41 17. ഈ ഗ്യാപ്പുകൾ തമ്മിൽ ഇങ്ങനെ കൂടിക്കൂടി വരിക. ആദ്യത്തെ 5 പിന്നെ 7 പിന്നെ 11 5ഉം 7ഉം എത്രയാ? ആദ്യത്തെ ഗ്യാപ്പ് 5 പിന്നെ 7 പിന്നെ 11 മനസ്സിലായില്ലല്ലേ? പറഞ്ഞുതരാം. ഓക്കെ, ആദ്യം 1ഉം 6ഉം തമ്മിലുള്ള ഗ്യാപ്പ് എത്ര? 5. 5 ആദ്യത്തെ ഗ്യാപ്പ്. 5. പിന്നെ 6ഉം 13 ഗ്യാപ്പ് എത്രയാ? 7 ഗ്യാപ്പ്. അടുത്ത ഗ്യാപ്പ് 13 24 എത്ര ഗ്യാപ്പ്? എത്ര ഗ്യാപ്പ്? 11 ഗ്യാപ്പ്. അതുകൊണ്ട് 24 41 എത്ര ഗ്യാപ്പ്? എത്രയാ? 17 ഗ്യാപ്പ്. ഇതിൻ്റെ ഒന്ന് ഇത് നോക്കിക്കേ. ആദ്യം 2 ഗ്യാപ്പ് വന്നു, പിന്നെ 4 ഗ്യാപ്പ് വന്നു, പിന്നെ 6 ഗ്യാപ്പ് വന്നു. അടുത്ത എത്രയായിരിക്കും ഗ്യാപ്പ് വരണ്ടേ? 8. അതെ, 2 4 6. അടുത്ത 8 എന്ന് പറഞ്ഞാൽ എത്രയാ? 25 ഗ്യാപ്പ് വരേണ്ടത്. 25. അതെ, ഇത് എഴുതാൻ കുറച്ച് പാടുണ്ട് കേട്ടോ. അതാ. 25 ഗ്യാപ്പ്. 25 ഗ്യാപ്പ് വരുമ്പോൾ 41 കൂടെ 25 കൂടെ കൂട്ടുമ്പോൾ എത്ര വരും? 66 ഉത്തരം. ശരി ഉത്തരം. ഒരു ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ തുല്യ നിരകളിൽ നിർത്തുന്നു. ഓരോ വരിയിലും 3 കുട്ടികൾ കൂടുതലാണെങ്കിൽ ഒരു വരി കുറവായിരിക്കും. ഓരോ വരിയിലും 3 കുട്ടികൾ കുറവാണെങ്കിൽ 2 വരികൾ കൂടി ഉണ്ടാകും. അപ്പോൾ ക്ലാസ്സിലെ വിദ്യാർത്ഥികളുടെ എണ്ണം.
ഒരു ക്ലാസ്സിൽ കുറേ കുട്ടികളുണ്ട്. അവരെ എല്ലാവരെയും കുറേ വരികളായിട്ട് നിർത്തുന്നു. എല്ലാ വരിയിലും ഈക്വലായിട്ട് ഉള്ള രീതിയിൽ അങ്ങ് വിദ്യാർത്ഥികളെ നിർത്തിയേക്കുക. അവിടുന്ന് 3 കുട്ടികളെ കൂടുതലാണെങ്കിൽ, ഓരോ വരിയിലും 3 കുട്ടികൾ കൂടുതലാണെങ്കിൽ ഒരു വരി കുറയ്ക്കാൻ പറ്റും. 3 കുട്ടികൾ കുറവാണെങ്കിൽ ഓരോ വരിയിലും 2 വരികൾ കൂടി ഉണ്ടാകും. അപ്പോൾ ക്ലാസ്സിലെ വിദ്യാർത്ഥി പറയണം. ഇത് നമുക്ക് ട്രയൽ ആൻഡ് എറർ മെത്തേഡ് പെട്ടെന്ന് ചെയ്യാവുന്ന, മലയാളത്തിൽ നമുക്ക് ചോദ്യം മനസ്സിലാകുന്നതുകൊണ്ട് നമുക്ക് ട്രയൽ ആൻഡ് എറർ മെത്തേഡ് ചെയ്യാം. 24 എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു തുല്യ നിരകളായിട്ട് നിർത്തിക്കുക. 24-നെ 6 6 6 6 നിർത്താൻ മേലെ. ഓക്കെ, 6 6 6 6 നിർത്തി. 3 കുട്ടികൾ കൂടുതലാണ്. 3 കുട്ടികൾ ഓരോ വരിയിലും കൂടുതൽ നിർത്തിയാൽ നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ. 6 6 6 എന്നുള്ളത് 3 കൂട്ടിക്ക് 9 9 9. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ നിർത്താൻ പറ്റും. 9 9 ആകുമ്പോൾ പിന്നെ 6 കൂടെ അല്ലേ ഉള്ളൂ. 24 അല്ലെന്ന് മനസ്സിലായില്ലേ? പിന്നെ 36 നോക്കിയേ. 36 നോക്കുമ്പോൾ നോക്കിയേ, ഞാൻ എഴുതി തരാം. 36 കഴിയുമ്പോൾ നിങ്ങൾ എല്ലാവരെയും 9 9 9 9 ഇങ്ങനെ നിർത്തി ഓരോ നിരയിലും. എന്നിട്ട് ഓരോ നിരയിൽ നിന്ന് നിങ്ങൾ 3 പേരെ എടുത്ത് കളയാം. 3 പേരെ കൂട്ടി നിർത്തി കഴിഞ്ഞാൽ 9ൻ്റെ അവിടെ എത്ര വരും? 12ആയി. അടുത്ത നിരയിൽ 3 പേരെ കൂടെ കൂട്ടി 12ആയി. അടുത്ത നിരയിൽ 12ആയി. അപ്പോൾ എന്ത് സംഭവിച്ചു? ഇവിടെ 36 വന്നില്ലേ? 12 12 12 വന്നപ്പോൾ 36 ആയില്ലേ? ഒരു നിര കുറഞ്ഞില്ലേ? അതുപോലെ തന്നെ നിങ്ങൾ ആ 9-ൽ നിന്ന് ഓരോ നിര കൂട്ടിക്കേ. ഓരോ നിരയിലും 3 പേരെ വെച്ച് കൂട്ടിക്കേ. അപ്പോൾ എത്ര വരും? അല്ല, ഓരോ നിരയിലും 3 പേരെ വെച്ച് കുറയ്ക്കാം കേട്ടോ. സോറി. ഓരോ നിരയിലും 3 പേരെ വെച്ച് കുറയ്ക്കുമ്പോൾ 9-ൽ നിന്ന് 3 കുറച്ച് എത്ര? 6. അടുത്ത 6 6 6 6 6 6 തവണ 6 നിര നിർത്തിയാലല്ലേ കുട്ടികളെല്ലാവരും നിർത്താൻ പറ്റത്തുള്ളൂ. 2 എണ്ണം കൂടിയില്ലേ? 2 വരി കൂടിയില്ലേ? അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ട്രയൽ ആൻഡ് എറർ മെത്തേഡിൽ കൂടെ കിട്ടിയില്ലേ? മനസ്സിലായോ? ഓക്കെ. അപ്പോൾ ഏതാണ് ഉത്തരം? 36. ഓപ്ഷൻ ബി 36 ഉത്തരം. 85 × 87 × 89 × 91 × 95 × 96-നെ 100 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടം എത്രയാണ്? ഓക്കെ, 100 കൊണ്ട് നിങ്ങൾ ആദ്യം ഓക്കെ ശരി ഉത്തരം. ഫുള്ള് ചെയ്ത് നോക്കി എത്ര പേരുണ്ട്? 85 × 87 ഇങ്ങനെ ചോദ്യം കിട്ടിക്കഴിയുമ്പം നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം, നിങ്ങളെ കൊണ്ട് ഇങ്ങനെ ഫുള്ള് ചെയ്യിപ്പിക്കാൻ വേണ്ടി ആയിരിക്കത്തില്ല ചോദ്യം. എന്തെങ്കിലും ഒരു പരിപാടി കാണും അതിൽ. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങളെപ്പോഴും അവസാന അക്കങ്ങൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അവസാന അക്കങ്ങൾ. അപ്പോൾ 85-ൻ്റെ അവസാനമൊക്കെ എത്രയാണ്? 5. 87-ൻ്റെയോ 7. 5 × 7 എത്രയാണ്? 35. 35 അല്ലേ? 35-ൻ്റെ അവസാനമൊക്കെ എത്രയാണ്? 5. 5 × 9 എത്രയാണ്? ഇതിൻ്റെ അവസാനക്കം മാത്രമാണ് ഞാൻ എടുക്കുന്നത്. 5 × 9 45. അതിൻ്റെ അവസാന അക്കം എത്രയാണ്? 5. പിന്നെ 5 × 1 എത്രയാണ്? അവസാനക്കങ്ങൾ തമ്മിൽ മാത്രമാണ് ഇൻറ്റു ചെയ്യുന്നത് കേട്ടോ. 5 × 1 എത്രയാണ്? 5. പിന്നെയും ആ 5 ഇൻറ്റു ഈ 5 കൂടി ഇൻറ്റു ചെയ്ത് 25. അതും അവസാനക്കം 5. ആ 5 ഇൻറ്റു അവസാനക്കം 6. 5 × 6 30. 0 അല്ലേ വന്നത് അവസാനം? ഏറ്റവും അവസാനം 0 ആണെങ്കിൽ 100 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടം എത്രയാവണം? 0 ആയിരിക്കും. കാരണം ഈ ഓപ്ഷൻസിലെല്ലാം 1 2 4 ഒക്കെ ഉള്ളൂ. ഒറ്റക്കേ ഉള്ളൂ. ഇപ്പോൾ 10 20 30 അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെ ഓപ്ഷൻസ് നമുക്ക് ചിലപ്പോൾ ഇത് 0 ആണെന്ന് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. പക്ഷെ അങ്ങനെ ഇതെല്ലാം ഒറ്റക്കായിട്ടുള്ള സംഖ്യകളായിട്ട് റിമൈൻഡറായിട്ട് ഓപ്ഷനിൽ തന്നേക്കുന്നതുകൊണ്ട് നമുക്കിത് നേരെ എഴുതാം, 0 എന്ന് എഴുതാം. നമുക്കിത് ഇങ്ങനെ ഇവിടുന്നേ വരണമെന്ന് നിർബന്ധമൊന്നുമില്ല. നേരെ നമുക്കിത് ഇവിടെ നോക്കിയാൽ 96 × 95 അതിൻ്റെ അവസാന അക്കങ്ങൾ 6 5. 6 × 5 എത്രയാണ്? 30. ആ 30 എന്ന് പറയുമ്പോൾ അവസാനമൊക്കെ എത്രയാണ്? 0. ആ 0 കൊണ്ട് എന്ത് ഇൻറ്റു ചെയ്താലും അവസാനമൊക്കെ 0 ആവത്തുള്ളൂ. ഓക്കെ, അങ്ങനെ കിട്ടുമ്പോൾ നമുക്ക് 100 കൊണ്ട് ഹരിക്കും. ഇപ്പം 100 കൊണ്ട് ഹരിക്കുമ്പോൾ റിമൈൻഡർ വരത്തില്ല, ശിഷ്ടമില്ല, 0 തന്നെ കിട്ടും. കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആയിരിക്കും. ഓപ്ഷൻ എ 0. ABCDEF എന്നീ 2 മൂന്നക്ക സംഖ്യകൾ ABCDEF എന്നിവ വ്യത്യസ്തമായ പൂജ്യമല്ലാത്ത അക്കങ്ങളാണ്. കൂടാതെ ABC + DEF 1111 എങ്കിൽ A + B + C + D + E + Fൻ്റെ മൂല്യം എന്താണ്? അത് നമ്മളെ സമയം കളയാൻ വേണ്ടി ഉദ്ദേശിച്ചാണ്. പക്ഷെ നമുക്ക്
ഒന്നെങ്കിലും ട്രൈ ചെയ്താൽ ചിലപ്പം ആദ്യത്തെ തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് മൂന്നക്ക സംഖ്യകൾ 1111 പറഞ്ഞാൽ രണ്ട് മൂന്നക്ക സംഖ്യ കൂട്ടുമ്പോൾ, അപ്പോൾ ഞാൻ ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത് എന്ന് വെച്ചാൽ വ്യത്യസ്തമായിട്ടുള്ള നമ്പേഴ്സും ആയിരിക്കണം, ഓരോ ഡിജിറ്റും വ്യത്യസ്തമായിരിക്കണം. അപ്പോൾ ഏറ്റവും വലുത് എനിക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന സംഖ്യ ഏതാ? മൂന്നക്ക സംഖ്യ 987. അതിൻ്റെ കൂടെ എത്ര കൂട്ടിയാലാണ് 1111 ആകുന്നത്? 1111 ആകുന്നത് എത്ര സംഖ്യ കൂട്ടിയാലാ? അതിനുവേണ്ടി എന്ത് ചെയ്യണം? 1111 മൈനസ് 987. നമുക്കിപ്പോൾ എത്ര കിട്ടും? 13, 111 എത്രയാ? 124 എന്ന് കിട്ടി. അപ്പം ഇപ്പം തന്നെ നമുക്ക് ഉത്തരം കിട്ടി. നമ്മളിനി ഇത് ഇങ്ങനെ കിട്ടിയ ഇതേ വരത്തുള്ളൂ. നമുക്കിപ്പോൾ വേറെ നമ്പേഴ്സ് എടുത്താൽ പോലും നമുക്ക് സമ്മിട്ടാൽ ഇതേ വരത്തുള്ളൂ, അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള സംഖ്യ നമുക്ക് കിട്ടത്തില്ല, അങ്ങനെയൊക്കെ വരത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഈ രണ്ട് നമ്പേഴ്സ് നമുക്ക് എടുത്താൽ മതി. ഏതൊക്കെയാ? 987 124. നമുക്ക് ചോദ്യം എന്നാ? ഓരോ ഡിജിറ്റും കൂട്ടണം. 9 പ്ലസ് 8 പ്ലസ് 7 പ്ലസ് 1 പ്ലസ് 2 പ്ലസ് 4. എത്രയാണ് ഉത്തരം? 9 8 17, 17 7 24, 25, 27, 31. 31 ഉത്തരം കിട്ടും. ഓപ്ഷൻ ഡി 31. കൃത്യമായ ഒരു ക്ലോക്ക് രാവിലെ 8 മണി കാണിക്കുന്നു, ഉച്ചകഴിഞ്ഞ് 2 മണി കാണിക്കുമ്പോൾ മണിക്കൂർ സൂചി എത്ര ഡിഗ്രി കറങ്ങും? നമുക്കറിയാം ഒരു ക്ലോക്ക് എങ്ങനെ ഇരിക്കുന്നത്. ഇങ്ങനെയല്ല, നിങ്ങൾക്കറിയാം 8ൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കുമല്ലോ അല്ലേ? 8ൻ്റെ നേരെ ഓപ്പോസിറ്റ് അല്ലേ? നോക്കട്ടെ, ഒന്നുകൂടെ വരയ്ക്കാൻ നോക്കാം. എട്ടിൻ്റെ നേരെ ഓപ്പോസിറ്റ് അല്ലേ 2 ഇരിക്കുന്നത്? 2 എന്നുള്ള സംഖ്യ ഇരിക്കുന്നത് അല്ലേ? ഇവിടാണ് 2എങ്കിൽ ഇതിൻ്റെ നേരെ ഇങ്ങനെയല്ലേ 8 ഇരിക്കുന്നത്. അപ്പോൾ ഈ മണിക്കൂർ സൂചി എത്രയാണ് കറങ്ങുന്നത്? ഈ ഒരു 180 ഡിഗ്രി. അതെ, 180 ഡിഗ്രി. ഓപ്ഷൻ ഡി 180 ഡിഗ്രി ഉത്തരം. ഓക്കെ, 20 ചോദ്യം ഉണ്ടായിരുന്നു. ഇത്രയും ചോദ്യം എത്ര എണ്ണം ശരിയാക്കാൻ പറ്റുമായിരുന്നു? നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞു. ഓക്കെ, നമുക്കൊരു 15 മാർക്ക് എല്ലാവർക്കും മേടിക്കാവുന്ന തന്നെയായിരുന്നു. ഒരു 16, 17, 18 മാർക്കോളം എളുപ്പം തന്നെയായിരുന്നു. 1-2 ചോദ്യം മാത്രമേ ചെറിയൊരു ഡൗട്ടൊക്കെ വന്നിട്ടുള്ളൂ. ഈ 54ാമത്തെ ക്വസ്റ്റ്യൻ 100% ആവാനാണ് കൂടുതൽ സാധ്യത. എങ്കിലും നമുക്ക് 400-നൊരു, കാരണം അതൊരു ചോദ്യത്തിനൊരു കൃത്യത ഇല്ലാത്ത പോലെ തോന്നുന്നു. അപ്പം അതിൻ്റെ നമുക്ക് ആൻസർ കീ വന്നാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ വേറെ ക്വസ്റ്റ്യൻ ഒന്നും അങ്ങനെ ടൈൽസിൻ്റെ കുറച്ച് പാടായിട്ട് തോന്നി പറഞ്ഞു. ഓക്കെ, പിന്നെ 17 മാർക്കോളം എല്ലാവർക്കും മേടിക്കാവുന്നതായിരുന്നു, വലിയ പാടുള്ളതല്ലായിരുന്നു. ഓക്കെ, 15 കിട്ടി. ഓക്കെ, കൊള്ളാം. 15 കുഴപ്പമില്ല. ഓക്കെ, താങ്ക് യു.